മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് ഇനി പോകുന്നത് നേരത്തെ ന്യൂസ് 18 തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു. അത് ആലപ്പുഴ പല്ലനയിൽ തെരുവുനായ ആക്രമണത്തിൽ വീടിന്റെ ടെറസിൽ നിന്ന് വീണ് ശരീരം തളർന്നുപോയ മത്സ്യത്തൊഴിലാളി കുട്ടിയുടെ കുടുംബത്തെ സംബന്ധിച്ച വാർത്തയായിരുന്നു. ആ കുടുംബത്തെ സർക്കാർ പറഞ്ഞു പറ്റിച്ചു എന്നതാണ് ഞങ്ങൾക്ക് പ്രേക്ഷകരോട് ഇപ്പോൾ എത്തിക്കാനുള്ളത്. അതായത് കുട്ടിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കും എന്നായിരുന്നു ഫിഷറീസ് മന്ത്രി കൂടിയായിട്ടുള്ള സജി ചെറിയാന്റെ പ്രഖ്യാപനം. അത് നടന്നില്ല എന്നത് മാത്രവുമല്ല, ഇപ്പോൾ ആ സർക്കാർ അവഗണനയിൽ 18-കാരനായ സൂരജിന്റെ കുടുംബം ഏറെ ദുരിതത്തിലുമാണ്. ഞങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്ത ആ വാർത്തയിലേക്കാണ് ആദ്യം. തെരുവുനായ പിന്തുടർന്ന് ആക്രമിക്കുന്നതിനിടയിൽ വീണ് നട്ടലിന് ക്ഷതമേറ്റ് ചലനശേഷി നഷ്ടപ്പെട്ട കുട്ടിയെ ചികിത്സിക്കാൻ മാർഗമില്ലാതെ കുടുംബം. നിർധനരായ മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി സ്വകാര്യ ആശുപത്രിയിൽ ചിലവായത് 3 ലക്ഷത്തോളം രൂപയാണ്. കിടക്കാൻ ഒരു വീട് പോലുമില്ലാത്ത സൂരജിന്റെ വീട്ടുകാർ കടൽ തീരത്തോട് ചേർന്ന പാതി വിണ്ടു തകർന്നു വീഴാറായ ഈ ഒറ്റമുറി വാടക വീട്ടിലാണ് സൂരജും അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബം ജീവിക്കുന്നത്. ഇതാണ് വാടക വീട്. വിണ്ട് കീറിയും വെട്ടിയൊക്കെ കിടക്കുകയാണ്. ഈ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. വാടകയ്ക്കാണ് താമസിക്കുന്നത്. വീടിന്റെ അവസ്ഥ ഇവിടെ എല്ലാം പൊട്ടിയും പടിഞ്ഞാറുന്നുള്ള കാറ്റിനെയും പിന്നെ വെള്ളം അടിച്ച് കയറുകയും എല്ലാം ചെയ്യും. വിണ്ട് നിൽക്കുവാണ്. 3 മക്കളാണ്. 3 മക്കൾ. ആ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പൊ എവിടെയാ? ഒന്ന് പിന്നെ പെങ്ങളുടെ കൂടാണ്, ഒന്ന് വീട്ടിലുണ്ട്. ഇപ്പൊ രാത്രി അപ്പം ഈ കുട്ടികൾ നിങ്ങളുടെ കൂടെയാണോ വീട്ടിലാണോ കിടക്കുന്നത്? പിന്നെ പറ്റിയ സൂരജും വീട്ടിലാണ് കിടക്കുന്നത്. സൗകര്യക്കുറവ് മൂലം രാത്രിയായാൽ അച്ഛൻ ശശീന്ദ്രന്റെ കുടുംബ വീട്ടിലാണ് സൂരജ് ഉറങ്ങാനായി പോകുന്നത്. അങ്ങനെ പോകും വഴിയാണ് അവനെ തെരുവുനായക്കൂട്ടം ആക്രമിച്ചതും വീണ് നട്ടലിന് ഗുരുതര പരിക്കേറ്റ് ചലനശേഷി നഷ്ടപ്പെടുന്നതും. ചികിത്സാ ചെലവ് ഏറിയ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റിയതുപോലും കടം വാങ്ങിയും ബന്ധുക്കളുടെ സ്വർണം വിറ്റുമൊക്കെയാണ്. ദിവസം പണിക്ക് പോയി ചിലപ്പോൾ ഒരു ദിവസം തന്നെ കിട്ടിയപ്പോഴും കാര്യമാണ്. അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിക്കുക. അവരെ നടത്താനുള്ളത് ഗവൺമെന്റ് ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും ആരെന്ത് ചെയ്താലും ഞങ്ങൾ സ്വീകരിക്കും. കാര്യം മാർഗമില്ല, അവരെ ചികിത്സിച്ച് ഇതായിട്ടുള്ള. ശസ്ത്രക്രിയ കഴിഞ്ഞെങ്കിലും ചികിത്സ എങ്ങും എത്തിയിട്ടില്ല. ചലനശേഷി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. സുമനസുകളുടെയും സർക്കാരിന്റെയും സഹായം ലഭ്യമായാൽ മാത്രമേ ഇനി ആ കുടുംബത്തിന് പിടിച്ചു നിൽക്കാനാകൂ. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ന്യൂസ് 18 അന്ന് ഈ വാർത്ത നൽകിയത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അങ്ങനെ മന്ത്രി സജി ചെറിയാൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ആ പ്രതികരണത്തിലാണ് ഈ ചികിത്സാ ചെലവടക്കം ഏറ്റെടുക്കാമെന്ന് മന്ത്രി പറയുകയും ചെയ്തത്. അന്ന് മന്ത്രി പറഞ്ഞതുകൂടി കേൾക്കാം. ഇത് എന്റെ ശ്രദ്ധയിൽ ഒരു ചാനൽ പെടുത്തി. അപ്പോൾ തന്നെ ഞാൻ അവിടെ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ, പഞ്ചായത്ത് ഭാരവാഹികളെ ബന്ധപ്പെട്ടവരെല്ലാം വിളിച്ചു. അവർക്ക് അടിയന്തരമായ സാമ്പത്തിക സഹായം ഇപ്പോൾ ഓൾറെഡി തന്നെ അവർ ഒരു 3 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടി ഇപ്പോൾ ചികിത്സിക്കുന്നത് തിരുവല്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. അവിടുത്തെ പ്രധാനപ്പെട്ടവരെല്ലാം ഞാൻ തന്നെ വിളിച്ചു. അവർ സാമ്പത്തികം നോക്കേണ്ട കാര്യമില്ല, അവർക്ക് എല്ലാ ചികിത്സാ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ഇപ്പോൾ ഞാൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. 2023 ജൂലൈ 7 മന്ത്രി ഇത് പറഞ്ഞുവെങ്കിൽ മന്ത്രിയോട് പറയാനുള്ളത് അത് വെറും പാഴ്വാക്ക് മാത്രമായിരുന്നു എന്നത് തന്നെയാണ്. കാരണം ആശുപത്രി ബിൽ മാത്രം ഏതാണ്ട് 14 ലക്ഷം രൂപയാണ് ആയിട്ടുള്ളത്. അങ്ങനെ ആ ചികിത്സ പൂർത്തിയാക്കാൻ സാധിക്കാതെയാണ് അവർ ഡിസ്ചാർജ് വാങ്ങിയത്. സ്വർണം പണയം വെച്ചും ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങിയുമാണ് ആ തുക അടച്ചത് എന്നാണ് കുടുംബം പറയുന്നത്. സർക്കാർ സഹായം പ്രഖ്യാപിച്ചതോടെ പൊതുജനങ്ങളുടെ സഹായം കിട്ടാത്ത ദയനീയാവസ്ഥയുമാണ് ഉണ്ടായിട്ടുള്ളത്. 2023 ജൂൺ 26 ആലപ്പുഴ പല്ലന സ്വദേശിയായ 17 വയസ്സുകാരൻ തെരുവുനായ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേൽക്കുന്നത്. അതായത് രാത്രി പുറത്തേക്ക് ഇറങ്ങിയ കുട്ടിയെ തെരുവുനായ പിന്തുടരുകയും കുട്ടി ടെറസിന്റെ മുകളിൽ ഓടിക്കേറി അവിടെയും തെരുവുനായ ആക്രമണം ഉണ്ടായി. അങ്ങനെ മുകളിൽ നിന്ന് കുഞ്ഞ് നടുവടിച്ച് താഴേക്ക് വീഴുകയായിരുന്നു. ആ വീഴ്ചയിൽ ചലനശേഷി അടക്കം കുട്ടിയുടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്ന ഘട്ടത്തിലാണ് സർക്കാരിൻ്റെതായ ഒരു ഇടപെടൽ അന്ന് ഉണ്ടായത്. അതായത് ഫിഷറീസ് മന്ത്രി ജില്ലാ
ജില്ലയിലെ മന്ത്രി കൂടിയാണ് ഫിഷറീസ് മന്ത്രിയായ സജി ചെറിയാൻ. കുട്ടിയുടെ ചികിത്സ മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. അതിൽ തന്നെ നമ്മളോടൊപ്പം ഈ 2 വർഷങ്ങൾക്ക് ശേഷം ഈ 2 വർഷം വരെ ഈ കുടുംബം സഹായങ്ങൾക്കായി കാത്തു നിന്നു എന്നുള്ളതാണ്. അതായത് ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് ഈ മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് ചികിത്സയ്ക്കായി വേണ്ടി വന്നു. അവരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ന്യൂസ് 8 ഇപ്പോൾ മാധ്യമം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നിലവിലത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയാണ് കടന്നു പോകുന്നത്? അതെന്ന് വെച്ചാൽ ഈ സഹോദരങ്ങൾ അവരെല്ലാം സ്വർണ്ണമൊക്കെ പണയം വെച്ചാൽ ഞങ്ങൾക്ക് തരുന്നത്. കിടക്കാൻ വീട് പോലും ഇല്ല, കയറി കിടക്കാൻ വിൽക്കുക വരെ ചെയ്തു. ഞങ്ങള് സ്വർണം വിറ്റ് ആ രാത്രി സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ ഒരു ഫൈനാൻസുകാരൻ ഇവിടെ ഉണ്ടായിരുന്നു, അയാൾ വരെ അക്കൗണ്ടിൽ കാശിട്ട് തന്നു. അതായത് ആശുപത്രിയിൽ നിന്നും പറഞ്ഞ സമയത്തൊന്നും സർക്കാരിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് സഹായം കിട്ടിയില്ല. ഞങ്ങൾക്കൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ഡിസ്ചാർജ് ആയ സമയത്തെങ്കിലും സർക്കാരിൽ നിന്ന് പിന്നെ അവിടെ പണം കൊടുത്തിട്ടുണ്ടെന്നുള്ളതായിരുന്നു. പക്ഷെ അതൊന്നും കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഈ പോയ കുഞ്ഞുങ്ങൾ വിളിച്ച് ഇവിടെ തൊട്ടാണ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഉള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് സ്വർണം മേടിച്ചതും ഈ ഫൈനാൻസിൽ കൊണ്ടുപോയി പണയം വെച്ചതും അയാൾ ലാസ്റ്റ് തികയാതെ വന്നപ്പോൾ ആ മനുഷ്യനും 50,000 രൂപ ഇട്ട് കൊടുത്ത്. അതായത് ആശുപത്രിയിൽ നിന്ന് നിങ്ങൾ ആശുപത്രിയിൽ എത്ര നാൾ കിടന്നു? 1 വർഷത്തോളം കിടന്നു ഞങ്ങൾ. ഈ 1 വർഷം കിടക്കുമ്പോൾ ഒരു ഘട്ടത്തിലും ഈ തിരുവല്ലയിലായിരുന്നല്ലേ നിങ്ങൾ ഉണ്ടായിരുന്നത്? മന്ത്രി നിങ്ങളെ കാണാനോ എന്തെങ്കിലും ശ്രമം ഉണ്ടായോ? ഇല്ല, വന്നില്ല. നിങ്ങൾ മന്ത്രി ഓഫീസിൽ ബന്ധപ്പെട്ടിട്ടില്ലേ ഈ സഹായവും കിട്ടുമെന്നുള്ള കാര്യങ്ങൾ? പറഞ്ഞു. മനുവിനെയാണ് ഞാൻ ഈ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നത്. മന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫിനെയാണ് വിളിച്ച് പറയുന്നത്. അപ്പം മനു പറയുന്നത് അത് അവർ ചെയ്യും പേടിക്കേണ്ട, ചെയ്യും, പോകുന്നതിനുള്ളിൽ എല്ലാം റെഡിയാക്കി പിന്നെ ബില്ലടക്കി വന്നാ പറയുന്നത്. അതായത് പ്രദേശത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സർക്കാരുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അത്തരത്തിലൊരു യോഗമൊക്കെ വിളിച്ചിട്ടാണ് നിങ്ങൾ കുട്ടിയുടെ ചികിത്സാ സഹായം ഏറ്റെടുക്കുന്നത് അല്ലേ? അതിനുശേഷം പിന്നീട് ആശുപത്രിയിൽ നിങ്ങൾ എത്ര കാലം കിടന്നു? ഈ 1 വർഷത്തോളം കിടന്നു. ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ സാഹചര്യം എന്താ? ഡിസ്ചാർജ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളത് പറഞ്ഞ ഞങ്ങൾ പണവുമായിട്ടല്ല പോയിരുന്നു. മൊത്തം ഇവിടെ 2.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഈ 2.5 ലക്ഷം രൂപയാണ് ഞാൻ കളക്ട് ചെയ്ത് കിട്ടിയത്. ഈ പരിസരത്തുള്ളവരെല്ലാം കൂടെ എല്ലാവരും സഹായിച്ച 2.5 ലക്ഷം രൂപയും കൊണ്ടാണ് ഈ കൊച്ചുങ്ങൾ ഇവനെ കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഇതുങ്ങളെല്ലാം ആശുപത്രിയിലാണല്ലോ തന്തയും തള്ളേ. ഈ കാശും കൊണ്ട് പോകുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 1 രൂപ പോലും ഇവന് കിട്ടിയിട്ടില്ല. അത് ഇതാണ് ആ കുടുംബം പറയുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് 1 രൂപ പോലും ലഭിച്ചില്ല എന്നാണ്. പ്രിയപ്പെട്ട മന്ത്രിയോട് ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പറയാനുള്ളത്, നിങ്ങൾക്ക് അത്തരം സംവിധാനങ്ങൾ ഇല്ല എങ്കിൽ അതില്ല എന്ന് പറയാനുള്ള സാമാന്യ മര്യാദയായിരുന്നു കാണിക്കേണ്ടത്. കാരണം കേരളത്തിൽ ഇത്തരത്തിൽ ഉള്ള ആളുകളെയൊക്കെ കൈപിടിച്ചുയർത്താനും സഹായിക്കാനും ഒക്കെ സന്നദ്ധരാകുന്ന നിരവധിയായ ആളുകളുണ്ട്. അവർ ഒരുപക്ഷെ അവർക്ക് സഹായഹസ്തം നീട്ടിയേനെ. പക്ഷേ സർക്കാർ ഇത് ഏറ്റെടുക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പാണ് യഥാർത്ഥത്തിൽ ആ കുടുംബത്തെ പ്രതിസന്ധിയിലാക്കിയത്. അതല്ല എങ്കിൽ ഒരുപക്ഷെ അവിടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയോ ആ കൂട്ടായ്മ പണം സമാഹരിക്കുകയോ ആ പണം ഈ ചികിത്സാ ചെലവിനായി നൽകുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. കയറിക്കിടക്കാൻ ഒരു വീട് പോലും സ്വന്തമായി ഇല്ലാത്ത ഒരു മത്സ്യത്തൊഴിലാളിയുടെ കുടുംബം ആണ് ഇത്തരത്തിൽ വലിയ ദുരിതത്തിലാകുന്നത്. ശരണ്യ, എന്തായാലും ഒരു മന്ത്രി പറഞ്ഞ വാക്ക് 2 വർഷമായി, ഇനിയും കാത്തിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. സർക്കാരിൽ നിന്നൊക്കെ സഹായം ലഭിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഒരു സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. ഇല്ല, കാരണം അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ കുട്ടി തെരുവുനായ ആക്രമണത്തിൽ ഈ കുഞ്ഞ് തെരുവുനായ ആക്രമണത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം തന്നെ ഉണ്ടാകുന്നത് അവന് കിടക്കാൻ സ്വന്തമായൊരു വീടില്ലായിരുന്നത് കൊണ്ടാണ്. അതായത് അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തീരദേശത്ത് പല്ലന ഭാഗത്ത് ഉള്ള അവരുടെ വീടെന്ന് പറയുന്നത് ഭിത്തി വിണ്ട് നിൽക്കുന്ന ഒരു വീടായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതായത് ഒരു തേക്കുക മാത്രം ചെയ്തിട്ടുള്ള ഒരു വീട്, അതിൻ്റെ ഭിത്തി മുഴുവൻ വിണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രാത്രി കുട്ടികളുമായിട്ട് അവിടെ കിടക്കുന്നത് സുരക്ഷിതമല്ലാത്തത് കൊണ്ട് അച്ഛനും അമ്മയും വീട്ടിൽ കിടന്നിട്ട് മക്കളെ തൊട്ടടുത്തുള്ള ബന്ധുവീട്ടിലാണ് കിടത്തിയിരുന്നത്. അങ്ങനെ ഈ ബന്ധുവീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ കുട്ടിയെ തെരുവുനായ ആക്രമിക്കുന്നതും. ഈ കുട്ടി ഭയന്ന് ഓടി ടെറസിൻ്റെ മുകളിൽ രക്ഷപ്പെടാൻ വേണ്ടി കുട്ടി കയറിയ സമയത്ത് ടെറസിൻ്റെ മുകളിലേക്ക് ഈ നായ കയറി ചെന്ന് അതിനെ ആക്രമിച്ച സമയത്താണ് കുട്ടി പുറകോട്ട് വീഴുകയും നടുവിന് ക്ഷതമേൽക്കുകയും ചെയ്തത്. അതീവ ദയനീയ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തെരുവുനായ ആക്രമണത്തിൽ ഈ കുട്ടിക്ക് പ്രത്യേകിച്ചൊരു മത്സ്യത്തൊഴിലാളി കുടുംബാംഗമായി സ്വന്തമായൊരു വീട് പോലും ഇല്ലാത്ത
ആ കുട്ടിയുടെ ദുരവസ്ഥയാണ് നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്തത്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു മന്ത്രിയുടെ സഹായ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതായത് മന്ത്രിയുടെ ഓഫീസിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതിനുശേഷം മന്ത്രി തിരുവനന്തപുരത്ത് അത്തരം പ്രതികരണം, അതായത് ഈ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള സഹായം ഏറ്റെടുക്കാൻ അത് സർക്കാർ ചെയ്യും എന്നുള്ള ഉറപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം മന്ത്രിയുടെ നിർദ്ദേശാനുസരണം പ്രാദേശികമായി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ചേർന്ന് ഒരു കൂട്ടായ്മയൊക്കെ അവരുണ്ടാക്കുകയും ഈ നാട്ടുകാർ പിരിച്ച പൈസയാണ് കുറച്ച് പൈസ അവർക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സമയം കഴിഞ്ഞ് കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടി ആശുപത്രി അധികൃതർ ഒരു ഘട്ടം വരെ ഇവരോട് ബില്ല് കാര്യങ്ങളൊന്നും ചോദിക്കാതെ ഇവരുടെ ദയനീയ സാഹചര്യം കണ്ട് അവർ മുന്നോട്ട് പോയി. പക്ഷേ ഈ കുട്ടി അവിടെ തുടർച്ചയായി കിടക്കേണ്ട ഒരു അവസ്ഥ വന്നതോടെ ഡിസ്ചാർജ് ചെയ്തേ മതിയാകും എന്നുള്ള അവസ്ഥ വന്നു. അതായത് ഈ കുട്ടിയുടെ +2 പരീക്ഷ എഴുതേണ്ടതുണ്ടായിരുന്നു. പരീക്ഷയ്ക്കായി കൊണ്ടുവരാൻ ഈ രക്ഷകർത്താക്കൾ നിരന്തരം മന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ടു, നമ്മളെ ബന്ധപ്പെട്ടു. പല തവണ അവർ ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും അവിടുന്ന്, കാരണം വലിയ ഭീമമായ തുകയായിരുന്നു ഈ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തോട് ചേർന്നുള്ള ഈ മന്ത്രിയുമായി വലിയ അടുപ്പമുള്ള ആശുപത്രി അധികൃതരാണ്. അവിടെ ഈ കുട്ടി കിടക്കുന്ന ഘട്ടത്തിൽ ഈ മന്ത്രി പറഞ്ഞു നിങ്ങൾ ചികിത്സ നൽകിക്കോളൂ എന്ന് പറഞ്ഞു. അവർ അവിടെയുള്ള ചികിത്സ നൽകി. പക്ഷേ ഓരോ ദിവസവും ബില്ല് കൂടി വന്ന ഘട്ടത്തിൽ അവസാനമായപ്പോൾ അവർ ഡിസ്ചാർജിൻ്റെ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് ഒരു സഹായവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്നാണ്. ഏതോ 10-20,000 രൂപ തുച്ഛമായ പൈസയാണ് അവർക്ക് കൊടുത്തത്. ഇത്രയും ചികിത്സാ സഹായം കിട്ടുമെന്ന് പറഞ്ഞ മത്സ്യത്തൊഴിലാളി കുടുംബം ഏറ്റവും ഒടുവിൽ ഡിസ്ചാർജ് ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവരുടെ എല്ലാം സ്വർണവും എല്ലാം വിറ്റിട്ടാണ് അതുങ്ങൾ ആ കുട്ടിയെ കൊണ്ട് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. അന്ന് മുതൽ ആ അമ്മ കണ്ണീരോടെ മന്ത്രി ഓഫീസിൽ ബന്ധപ്പെടുന്നുണ്ട്. ബാക്കിയുള്ളവരെ നേരത്തെ സൂചിപ്പിച്ച പോലെ മനൂസി പുളിക്കൽ അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നു. നമ്മളും അവരെ ബന്ധപ്പെടുന്നു. ഇവരുടെ സാഹചര്യം വളരെ മോശമാണ് എന്ന് ഈ ഒരു വർഷക്കാലം 2023 ശേഷം ഇത്രയും കാലം ബന്ധപ്പെട്ടിട്ടും അവർക്കൊരു സഹായവും ഉണ്ടായില്ല എന്നുള്ളതാണ്. അഭിലാഷ്, കഴിഞ്ഞ ദിവസം നമ്മൾ ആ കുട്ടിയെ കാണുമ്പോൾ ആ സ്വന്തം വീട്ടിൽ കിടപ്പാടം ഇല്ലാത്തത് കൊണ്ട് അത് ഒരു ബന്ധുവീട്ടിലാണ് ഈ കുട്ടി കിടക്കുന്നത് എന്നുള്ളതാണ്. ആ ബന്ധുവീട്ടിൽ പോയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ബന്ധുക്കൾ കൃപ കാണിച്ചത് കൊണ്ട് മാത്രം ആ കുട്ടി അവിടെ വൃത്തിയുള്ള ഒരു സാഹചര്യത്തിൽ കിടക്കുന്നു. അമ്മയും അച്ഛനും ഇപ്പോഴും പഴയ സാഹചര്യത്തിൽ തുടരുന്നു എന്നുള്ള അത്ര ദയനീയമായ ഒരു കുടുംബത്തോടാണ് ഈ രീതിയിലുള്ള ഒരു കബളിപ്പിക്കൽ നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെയാണ് ഇവരുടെ ഒരു സാഹചര്യം, അതായത് ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി അവരുടെ ജീവിതത്തെ അത് മാറ്റിക്കളഞ്ഞു എന്നുള്ള, തകർത്ത് കളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം വളരെ ചെറിയ കുട്ടിയായിരുന്നു. അവൻ 16-17 വയസ്സുള്ള സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ആ തെരുവ് നായ ആക്രമണത്തിൽ ഉണ്ടാവുകയും ആ കുട്ടി ഗുരുതരമായ നട്ടലിന് ക്ഷതമേൽക്കുകയും ചെയ്തത്. ആ സമയത്ത് ഇങ്ങനൊരു പ്രഖ്യാപനം വന്നപ്പോൾ ജനങ്ങളാകെ ധരിച്ചത് സർക്കാർ ഇവർക്ക് പണം നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ദയനീയ സാഹചര്യം ഇവർ എവിടെയും പറഞ്ഞിട്ടും ആരും അത് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായില്ല. സർക്കാരിൻ്റെ പണം ഈ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പിന്മേൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്ന രീതിയിൽ മൊത്തം ആളുകൾക്കിടയിലേക്ക് അതെത്തി എന്നുള്ളതാണ്. അങ്ങനെ വന്നതോടുകൂടി ആ പ്രാദേശികമായി കിട്ടേണ്ട സഹായം പോലും ആ കുട്ടിക്ക് ലഭ്യമാകാതെ അവൻ്റെ സാഹചര്യം ഇത്രയും മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളത് നമുക്ക് വളരെ സങ്കടം തോന്നും. ആ കുട്ടിയെ വീട്ടിൽ ചെന്ന് കാണുമ്പോൾ അത്രയും മോശമായ അവസ്ഥയിലാണ് ആ കുടുംബം ഇപ്പോൾ കണ്ണീരോടെ മുന്നോട്ട് പോകുന്നത്. യെസ്, ഒപ്പം ശരണി, ഇതിലിപ്പോൾ ഈ കുടുംബം പറയുന്നത് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇതിന്, അതായത് മറ്റ് ജനപ്രതിനിധികൾ അടക്കമുള്ളവരൊക്കെ സർക്കാരുമായി ബന്ധപ്പെട്ടു എന്നല്ലേ? അതായത് ഇവർ ഇത് ഫോളോ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമല്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഏതാണ്ട് വാതിലടച്ച സാഹചര്യമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ധനപ്രതിസന്ധിയാണ് ചൂണ്ടിക്കാട്ടിയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് സർക്കാരിനുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല, പണം നൽകാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് അഭിലാഷ് ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും സർക്കാർ ആ മത്സ്യത്തൊഴിലാളി കുടുംബത്തെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കബളിപ്പിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ അതീവ ദയനീയമാണ്. മാത്രമല്ല ഈ ചികിത്സയ്ക്കായി അവർ കണ്ടെത്തിയ സാമ്പത്തികം അത് അവർക്ക് ഒരു കാരണവശാലും കടം വീടാൻ കഴിയാത്ത രീതിയിൽ അവർ ഗുരുതരമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. എങ്ങനെ കുട്ടിയുടെ ചികിത്സയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഈ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയ പണം അത് തിരികെ നൽകാൻ പോലും കഴിയാത്ത രീതിയിൽ കടക്കാർ വീട്ടിൽ കയറി ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് ആ കുടുംബത്തെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് അഭിലാഷ്.
തീർച്ചയായും അങ്ങേയറ്റം പ്രതിസന്ധിയാണ് ഈ കുടുംബം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാർ സഹായിക്കുമെന്ന് ഉറപ്പു നൽകിയതോടുകൂടിയാണ് അവിടെയുള്ള പ്രദേശവാസികളൊക്കെ ഇതിൽ നിന്ന് പിന്മാറിയത് എന്നുകൂടിയാണ്. ഒപ്പം ഇവർക്ക് മറ്റാരോടും സഹായം തേടാൻ പറ്റാത്ത ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കൂടിയാണ് കടന്നു പോകുന്നത്. അധികൃതർക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായും പൊതുസമൂഹമെങ്കിലും ഇവരുടെ ഈ ദയനീയാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് സഹായഹസ്തം നീട്ടും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.